ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്റ്റക്കായി മാറുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? വളരെ വേഗത കുറവാണെങ്കിലും മുന്നോട്ടേക്ക് തന്നെ നമുക്ക് പോകാം. നാം ആഗ്രഹിക്കുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റീവ് അല്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ അധികം ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ് അഫർമേഷൻസ് എഴുതുക എന്നത്. ഐ ക്യാൻ ഡു ഇറ്റ്, വിജയം എൻ്റേതാണ്, സമ്പത്ത് എൻ്റേതാണ്, സന്തോഷം എൻ്റേതാണ്. ഇതുപോലുള്ള അഫർമേഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നാം ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഡയറിയിലേക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാകും. അതുവഴി ഫ്യൂച്ചറിനെ എഴുതുന്നതിലൂടെ നമുക്ക് മനസ്സിനൊരു ഉത്സാഹമുണ്ടാകും. അതിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതി നോക്കാം. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി നോക്കാം. നമുക്ക് നെക്സ്റ്റ് മന്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് പോലെ എഴുതാം. എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസ്, അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ഡീപ്പായിട്ട് വർക്കുകൾ ചെയ്യുക. ഇപ്പോൾ കിച്ചൺ ക്ലീനിങ് ആണ് നമ്മുടെ ഒരു ഗോളെങ്കിൽ അതിനായി 1 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പം കിച്ചൺ ക്ലീനിങ്ങിനാണെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് ബോട്ടിൽസൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അതിലെ സാധനങ്ങൾ മാറ്റി പുതിയ സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ഫിൽ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തവണ ഒന്ന് കറക്റ്റ് ചെയ്ത് പോയാൽ മതി. മാസത്തിൽ ഒരു ദിവസം നമുക്ക് അതിനായിട്ട് മാറ്റിവെക്കാം. ഡീപ്പ് ക്ലീനിങ്ങിലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനാൽ ഓരോ സമയം നിശ്ചയിക്കുക. അത് കാര്യമായി തന്നെ നമ്മൾ ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാത്രം ചെയ്യുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റും ചെയ്യുക. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, അത് ചെയ്തു തീർക്കുക. ഒരു ബുക്ക് എടുത്ത ശേഷം ടൈം സെറ്റ് ചെയ്ത് ടു ഡു ലിസ്റ്റ് എഴുതുക. ഓരോ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതാം. അതിനൊരു പ്രത്യേക ടൈം നിശ്ചയിക്കുക. അതിനുശേഷം ടിക്ക് ചെയ്യുക. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവുന്ന സമയത്ത് ഡീപ്പ് വർക്കിൽ ഫോക്കസ് ചെയ്യുക. എന്തായാലും ടു ഡു ലിസ്റ്റ് എഴുതുക. ഓരോ ദിവസവും നാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് എഴുതി വയ്ക്കുക. എന്തായാലും അത് ചെയ്തേ മതിയാകൂ എന്ന് ചിന്തിക്കുക. നമ്മുടെ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കുക. നമ്മളിരിക്കുന്ന സ്പേസ് എപ്പോഴും ക്ലീനപ്പ് ആക്കുക. നാം എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ക്ലീനപ്പ് ആക്കുക. നാം ഡെയിലി കണ്ടിന്യൂസ് പണിയെടുക്കുന്നത് ടയേർഡ് ആവാതെ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക. നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഹെൽപ്പ് ചോദിക്കുക. മറ്റുള്ളവരോട്, ചുറ്റുമുള്ളവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. അതിന് യാതൊരു ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള ജോലികൾ ഡീപ്പായി ചെയ്യുക. സൺഡേ ടു സാറ്റർഡേ ജോലികൾ, ഓരോ ജോലികൾക്കായി ഫുഡ് ഐറ്റം ക്ലീനിങ്, വാഷിംഗ്, തീരുമാനിക്കുക. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും നമ്മൾ ടയേർഡ് ആവേണ്ടതില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എപ്പോഴും ടയേർഡായിട്ട് എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.